കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറി സംഘർഷം സൃഷ്ടിച്ചു. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പരാതി പറയാൻ എത്തിയവരാണ് പഞ്ചായത്ത് യോഗത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. സംഭവത്തിൽ ഭരണസമിതിയിലെ LDF മെമ്പർമാർ പ്രതിഷേധിച്ചു. ആക്രമിച്ച കോൺഗ്രസിന്റെ ഗുണ്ടകളെ ഭരണത്തിന്റെ ഹുങ്കും കാട്ടി കേരള ഭരണം ഹുങ്കും കാട്ടി സതീശന്റെ വാക്കും കേട്ട് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഇൻകുലാബ് സിന്ദാബാദ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കടന്നുകയറി സംഘർഷമുണ്ടാക്കിയത്. തകർന്നു കിടക്കുന്ന വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടെത്തിയ 50ഓളം പേരടങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഭരണസമിതി യോഗം നടക്കുന്ന ഹാളിലേക്ക് തള്ളിക്കയറി സംഘർഷം സൃഷ്ടിച്ചത്. പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളുമായി രൂക്ഷമായ വാക്കേറ്റം നടത്തിയ ഇവർ റൈറ്റിംഗ് പേഡ് എടുത്തു വലിച്ചെറിഞ്ഞു. ഏറുകൊണ്ട് വനിതാ മെമ്പർമാരുടെ നെറ്റിയിൽ നേരിയ മുറിവേറ്റു. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഹാളിലേക്ക് തള്ളിക്കയറി മെമ്പർമാരെ കയ്യേറ്റം ചെയ്യാനും ഇവർ ശ്രമം നടത്തിയതായും അക്രമം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. ഇതൊരു ഗുണ്ടായുസമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റ് തീരുമാനമെടുക്കേണ്ട വിഷയം അതിന്റെ മുകളിൽ ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് പകരം മറിച്ച് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നുള്ള രൂപത്തിൽ കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ് UDF. അങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചും ഗുണ്ടായുസം കാണിച്ചും ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാവില്ല. പഞ്ചായത്ത് ഭരണസമിതി ഇതിന്റെ മുകളിൽ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുകയാണ്. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് നിർമ്മാണത്തിനായി AC മൊയ്തീൻ MLA ഇടപെടലിൽ കഴിഞ്ഞ LDF സർക്കാർ 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പണി ഏറ്റെടുത്ത കരാറുകാരൻ 10% ഫണ്ട് കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി ടെൻഡർ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിലെ സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കും. റോഡ് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കാൻ കോറി വേസ്റ്റ് അടിച്ച് കുഴികൾ നികത്തുവാനും മണ്ണ് നീക്കം ചെയ്യുവാനും ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കടന്നുകയറി ഗുണ്ടായിസം കാണിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു.